10 വർഷം BJP എന്ന് പറഞ്ഞ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും വയ്യ, താഴോട്ടിറങ്ങുകയാണ്. ഈ പാർട്ടിയുടെ യാതൊരു ബലവും എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ മുതിർന്ന BJP നേതാവായ സൂര്യകാന്തി പാട്ടീലാണ് 10 വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇനി ഞാൻ ഈ പാർട്ടി വിടുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ക്ഷീണമൊന്നും മാറി തുടങ്ങുന്നേ ഉള്ളൂ മോദിക്കും കൂട്ടർക്കും. അതിന് പിന്നാലെയാണ് പലയിടങ്ങളിൽ നിന്ന് പലരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. അതായത് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏകനാഥ് ഷിൻഡെയും അതുപോലെ തന്നെ അജിത് പവാർ, ഫഡ്നാവിസ് ഇവരൊക്കെ കൂടെ NDA ആയി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് പല ജാതി പ്രശ്നങ്ങൾ വരികയും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തു. അജിത് ഇപ്പോൾ മറ്റു പല പാർട്ടികളുമായി ചേർന്ന് സഖ്യം രൂപീകരിക്കാൻ പോകുന്ന അവസ്ഥ വരെയായിട്ടുണ്ട്. ഏകനാഥ് ഷിൻഡെയ്ക്കും യാതൊരു താല്പര്യവുമില്ല ഇനിയും ഇവിടെ നിൽക്കണം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് BJPയുടെ തന്നെ മുതിർന്ന നേതാവ് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടുന്നത്. 2004-2009 കാലയളവിലെ UPA സർക്കാരിൽ NCP മന്ത്രിയായിരുന്ന സൂര്യകാന്തി പാട്ടീൽ പിന്നീട് 2014 NCP ഒക്കെ വിട്ട് BJPയിലേക്ക് ചേരുകയായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിങ്കോളി ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി തന്നെ സൂര്യകാന്ത പാട്ടീൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിങ്കോളി നന്ദേത് മണ്ഡലത്തിൽ തന്നെ 4 തവണ MP-യും 1 തവണ MLA-യുമായിട്ടുണ്ട് ഇതേ സൂര്യകാന്ത പാട്ടീൽ. സീറ്റ് നിഷേധിച്ച പാർട്ടി മറ്റൊരു മണ്ഡലത്തിൽ പ്രചാരണ ചുമതലയാണ് പാട്ടീലിന് നൽകിയത്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി കൂടി ആയതോടെ പാട്ടീൽ ഒരു തീരുമാനമെടുത്തു, ഇനി ഈ പാർട്ടിയിൽ ഇല്ല എന്ന്. അതായത് പലരെയും കൂടെ കൂട്ടിക്കൊണ്ട് BJP ഈ രാജ്യത്ത് അങ്ങനെ അലയൊലികൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയവർക്കൊന്നും തന്നെ പിന്നീട് കൊടുക്കാൻ സീറ്റ് ഈ പാർട്ടിക്കകത്തോ അവിടെയുള്ള ആളുകൾക്കകത്തോ ഉണ്ടായിരുന്നില്ല. നേതാക്കൾ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിലായി മോദിയും അമിത്ഷായും JP നദ്ദയൊക്കെ. അങ്ങനെ പിന്നീട് ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം നിർത്തിയിട്ട് ഒരു കളി കളിക്കാം എന്നൊക്കെ നോക്കിയെങ്കിലും സീറ്റൊന്നും തികഞ്ഞില്ല. 400-ന്റെ വിളംബരമൊക്കെ എവിടെയോ പോയി കാറ്റിൽ പറന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഇതേ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു മുതിർന്ന നേതാവ് പോയി, ഇനി അങ്ങോട്ട് എത്ര സംസ്ഥാനങ്ങൾ അവിടെ നിന്നൊക്കെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ചെയ്യുന്നത്.